ഹലോ എവരിബഡി, വെൽക്കം ടു ലൈഫ് ഫുഡ്സ്. വർഷം എന്താണ് നമ്മളെന്തൊരു വണ്ടി മേടിക്കാന്ന് വിചാരിച്ചു. ശ്രാവണ ഒരു ബസ് ഞങ്ങൾക്ക് ഈ ചെറിയ വണ്ടിയിലൊന്ന് പോയിട്ട് അങ്ങോട്ട്. In 400 meters, your destination will be on the right. ഓക്കെ, ആയിക്കോട്ടെ. ഗൂഗിൾ അമ്മ ഈ ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ബസ് ഞാൻ ശ്രാവണോട് ഒരു ബസ് അങ്ങ് മേടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് പോകാനായിട്ടും വരാനായിട്ടും. ഈ വണ്ടി പോരാ, ശ്രാവണിന് ചെറിയ വണ്ടി പോരാ, വലിയ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പുതിയൊരു ബസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെലിവറി എടുക്കാൻ വേണ്ടി പോകാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇതാണ് ആ കമ്പനി, വെസ്റ്റേൺ ഓട്ടോ കമ്പനി ലിമിറ്റഡ്. ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ സ്വന്തം അശോക് ലേലാൻഡ് ബസ് അങ്ങ് മേടിച്ചേക്കാന്ന് വിചാരിച്ച്. നമ്മൾ പുറമേയുള്ള ബസ്സൊന്നും നോക്കിയില്ല, അശോക് ലേലാൻഡ് തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ച്. കം ഓൺ. ശ്രാവണം വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അശോക് ലേലാൻഡിൻ്റെ പിന്നെ കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്ന കമ്പനിയാണ് ഇവിടെ, വെസ്റ്റേൺ ഓട്ടോ. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇഷ്ടംമാതിരി ബണ്ടുകളൊക്കെ കിടക്കുന്നത്. ഇഷ്ടംമാതിരി അശോക് ലേലാൻഡ് ഉണ്ട് ഇവിടെ. ഏകദേശം സൗദി അറേബ്യയിൽ നല്ല രീതിയിൽ അശോക് ലേലാൻഡ് ക്ലച്ച് പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹെവി വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തോരം വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ടല്ലേ. കാരണം വെച്ചാൽ ടാറ്റ ഇവിടെ വലിയ പ്രതീക്ഷ പോലെ മുന്നേറാൻ പറ്റിയിട്ടില്ല. കാരണം ടാറ്റയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ടാറ്റയുടെ സ്പെയർ പാർട്സ് ഇവിടെ അവൈലബിലിറ്റി ഭയങ്കര കുറവ്, പിന്നെ സർവീസ് അവർക്ക് ഭയങ്കര മോശം, സെയിം ലൈക്ക് ഇൻ ഇന്ത്യ. പക്ഷേ അശോക് ലേലാൻഡ് കംപ്ലീറ്റ് അവരുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് വളരെ ക്ലിയറായിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതോടുകൂടി അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. പിന്നെ സ്പെയർ പാർട്സ് ഇതിൻ്റെ മെയിൻ അസംബ്ലിംഗ് എല്ലാം നടക്കുന്നത് ദുബൈയിലാണ്. ദുബൈയിൽ പ്രൊഡക്ഷൻ ലൈനും തന്നെ ഉണ്ട് ഈ വണ്ടികൾക്കെല്ലാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ പറ്റും ഈ വണ്ടിയുടെ സ്പെയർ പാർട്സുകളെല്ലാം. ഇവർക്കിവിടെ ഉള്ളത് വലിയ ബസ്സാണ്, അത് ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് 65 പേരുടെ ബസ്. ഇത് നമ്മുടെ ബസ് 35 പേരുടെയാണ്, നമ്മുടെ കമ്പനിയുടെ ബസ്സായി കിടക്കുന്നത്. ഓക്കെ, ഇത് കൂടാണ്ട് നമ്മൾ പുതിയ ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അതും സർവീസിന് കയറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ ചെറുതാണ് നമ്മൾ എടുക്കുന്നത്, 52-ടെ. കാരണം പറഞ്ഞു വന്നതാണ്, സർവീസ് മോശമാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ ഔട്ടായി പോകും. കാരണം ടാറ്റയൊക്കെ നമ്മുടെ ഇന്ത്യയെ പിടിച്ചിരിക്കുന്നത് സർവീസിൻ്റെ കാര്യത്തിൽ വളരെ മോശമായാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയേ എത്തിയാനെ. വണ്ടിയൊക്കെ പക്കാ വണ്ടികളാണ്. ഇതാണ് ഫാൽക്കൺ, 67 സീറ്റുള്ളത്. ഇതാണ് ഓയിസ്റ്റർ 35. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഗസൽ. അത്യാവശ്യം ഇവർക്ക് നല്ല കവറപ്പുണ്ട് ഈ മിഡിൽ ഈസ്റ്റിലും ആണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും. കാരണം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സർവീസ് ആൻഡ് സ്പെയർ പാർട്സ് അവൈലബിലിറ്റി ഈസ് വെരി ഹൈ റാദർ ദാൻ കമ്പയർ ടു ടാറ്റ. ഇതാണ് ഇവിടുത്തെ വണ്ടിയുടെ രജിസ്ട്രേഷൻ്റെ പേപ്പർ, നല്ല നമ്പർ, നമുക്ക് 7117. നമ്മുടെ നാട്ടിൽ ബുക്കും പേപ്പറും എന്ന് പറയുന്ന സാധനം ഒറ്റൊരു പേപ്പർ, ഒറ്റൊരു കാർഡിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ. വണ്ടിയുടെ ഇസ്തിമാർ എന്ന് പറയും. സാമിൻ്റെ പേരിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ 10-35-40 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കാൻ വന്നിട്ട് ഒന്നുമില്ല. നോക്കി, ഒരു സാധനം കയ്യിലൊക്കെ എടുത്തിട്ട് വണ്ടി തന്നിട്ട് വിൽക്കോളാൻ പറയുകയാണ്. നാട്ടിലായിരുന്നെങ്കിൽ കേക്ക് മുറിക്കൽ, എന്താണ് പറയുന്നത്, മറ്റേ തുണി വലിക്കൽ, കേക്ക് മുറിക്കൽ, ചാവി തരല്, ദർശനം നോക്കല്, അവൻ്റെ ഒരു ചെറിയ റിക്കാമയുടെ കാർഡ് എടുത്ത് കൊടുത്തിട്ട് ഈ വണ്ടി കൊണ്ട് വെക്കണം അവരുടെ. ഇവിടുത്തെ ഏകദേശം 1,70,000 റിയാലായി നമുക്ക് ഈ വണ്ടി. അപ്പം അത്രയും എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. ആരോ ഒരു റെപ്രസെൻറ്റേറ്റീവ് വന്നു, ഇത് എന്നാ പറയുക, ഒരു കാർഡ് എടുത്ത് അവനെല്ലാം കൊടുത്തു. ഇപ്പോൾ വണ്ടി ഇവിടെ വരുമെന്ന് പറഞ്ഞു. കലാസ്, ഒരു വെള്ളം തന്നു. എന്തായാലും അവൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം അരച്ചരിച്ച് പഠിച്ചണക്ക. ايش موجود في موجود هذا 5 كيلومتر فيه. شوف ثاني every 5 kilometer 5000 kilometer എല്ലാ 5000 കിലോമീറ്ററും സർവീസ് വേണം. we will check now. Because now first 1000 after coming because checking check how many free service available. ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ,
എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടെ? ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നിടാം. ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഡെലിവറി എടുക്കുന്ന പരിപാടിയാണ്. What is that? Jack. Jack? Jack. Okay. Battery Battery. jack. What is back? Yeah, okay, good. Spare tire, down side? Yes, certainly. Back side. Okay, this is also good. അതാണ് പുറകിൽ നിന്നുള്ള വ്യൂ. തിരിച്ചുണ്ടല്ലേ അവിടെ രക്ഷപ്പെട്ടല്ലേ? ഓ കട്ടനുണ്ട് കേട്ടോ. കട്ടന് വേണ്ടി ഞാൻ കുറേ മെയിൽ അയച്ചായിരുന്നു അവന്മാർക്ക്. അവന്മാർ തരത്തിൽ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കണ്ട വണ്ടിക്ക് കട്ടനുണ്ട്, അതുകൊണ്ട് കട്ടൻ വേണോ കുറേ അതിനൊരു സംസാരം ഉണ്ടായി. ചെക്ക് ഓൾ ഫസ്റ്റ്. ഈ അശോക് ലേലാൻഡ് വണ്ടിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എ സി ഭയങ്കര കൂളിംഗാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ലാത്ത എ സി. വലിയ വണ്ടിയാണെങ്കിൽ ചെറിയ വണ്ടിയാണെങ്കിൽ എ സി എല്ലാം പക്കാണ്. ഇത് 25 സീറ്റാണ് നമുക്ക് ഉള്ള വണ്ടി. നോക്കിയേ സെറ്റപ്പ് അല്ലേ? ഓക്കെ, ഞാൻ ഒസാമ അവിടെ വണ്ടി എടുത്തിട്ടോ. ഇവ ചെറിയ കുട്ടിക്കൊമ്പൻ. ഗസൽ. ശമണ ഗസലിന്റെ എന്താന്ന് പറഞ്ഞ നീ? ഗസൽ എന്ന് പറഞ്ഞാൽ പുള്ളിമാൻ, കുട്ടിമാൻ, പിന്നെ വലിയ മാനാ. ഇവരുടെ എല്ലാ വണ്ടിക്കും ഇവർ കൊടുത്തിരിക്കുന്ന ഇതാണ്. ഫാൽക്കൺ വലിയ വണ്ടി, ഓയിസ്റ്റർ. ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെള്ളത്തിൽ കിടക്കുന്നത് എന്താണ് പറയുന്നത്? ഈ വണ്ടിയുടെ പേര് ഗസൽ. ഇതിൻ്റെ എന്ന് വെച്ചാൽ പുള്ളിമാൻ. ഉണ്ടോ? അശോക് ലേലാൻഡ് പുള്ളിയല്ലേ? പുതിയ വണ്ടി നമ്മളൊന്ന് ഓടിച്ചാൽ സ്റ്റാർട്ട് ഉണ്ട്. ഓക്കെ Okay. അപ്പോൾ വണ്ടി നമ്മുടെ ഒസാമ കൊണ്ടുവരും, ഞങ്ങൾ പോവാണ്. ശ്യാമണ്ണൻ അവിടെ റെഡി ആയിട്ട് കൊണ്ട് കേട്ടോ, പുറകിൽ നമ്മുടെ വണ്ടിയായിട്ട്. ഓക്കെ, അപ്പോൾ പുതിയ വണ്ടി എടുത്തു. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അതുവരെയും സൈനിങ് ഓഫ് റഫീഖ്.